സ്ത്രീകൾക്ക് രാത്രിയും പകലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന, സധൈര്യം സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടോ? കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഒട്ടേറെ സ്ത്രീകൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വന്തം തൊഴിലെടുത്ത് പോലും അവർ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസം വയനാട് സുഗന്ധഗിരി ഫോറസ്റ്റ് ഓഫീസിൽ നൈറ്റ് ഡ്യൂട്ടിക്കിടെ വനംവകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമല്ല. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ ഓഫീസിൽ തനിച്ചായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ ഫോണിലൂടെ തെറ്റേറ്റു പറയുന്നതും പരാതി നൽകാതിരിക്കാൻ ഉദ്യോഗസ്ഥയെ സമ്മർദ്ദം ചെലുത്തുന്നതുമായ ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖ ഉദ്യോഗസ്ഥന് കുരുക്കാകുമോ? ഇതോടൊപ്പം പോലീസിനെതിരായ ട്രാൻസ്ജെൻഡർ യുവതിയുടെ ആരോപണവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തെറ്റുപറ്റിപ്പോയി, നാറ്റിക്കരുത്. ഞാൻ റൂമിലേക്ക് വന്നതാണ് പ്രശ്നമായത്. കാലു പിടിക്കാം. രാത്രി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. വയനാട് സുഗന്ധഗിരി ഫോറസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സെക്ഷൻ ഓഫീസർ രതീഷ് കുമാറിൻ്റെ ശബ്ദരേഖയാണിത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് ശേഷം ആരുടെ ഉറക്കമാണ് നഷ്ടപ്പെട്ടത്? മേലുദ്യോഗസ്ഥനിലുണ്ടായ ദുരനുഭവത്തിൻ്റെ നടുക്കത്തിലാണ് യുവതി. അതിനിടെയാണ് പരാതിയിൽ നിന്ന് പിന്മാറാൻ രതീഷ് കുമാർ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നത്. സംഭവം വിവാദമായതിന് പിന്നാലെ രതീഷിനെ സ്ഥലം മാറ്റിയെങ്കിലും ഉന്നത തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് കേസൊതുക്കാൻ ഇയാൾ നീക്കം നടത്തുന്നതായും ആക്ഷേപമുണ്ട്. വനംവകുപ്പിലെ തന്നെ 2 ലൈംഗികാതിക്രമ പരാതികളിൽ ആരോപണ വിധേയനാണ് രതീഷ് കുമാർ. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്ഷൻ ഓഫീസർ രതീഷ് കുമാർ പരാതിക്കാരിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. തനിക്ക് തെറ്റുപറ്റിയെന്നും നാറ്റിക്കരുതെന്നും രതീഷ് കുമാർ പറയുന്നത് ഈ ശബ്ദരേഖയിലുണ്ട്. കാലു പിടിക്കാമെന്നും കേസിന് പോകാതിരുന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്നും രതീഷ് പറയുന്നു. ഇതുവരെ പെരുമാറി ഇപ്പൊ എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഞാനുണ്ടല്ലോ ഇത് ഒന്നും ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അല്ലാതെ പോയി കഴിഞ്ഞാൽ അതിന് ഈ ഒരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ അവിടെ പോയാൽ അതൊരു ഇത് തന്നെയല്ലേ. അതിൻ്റെ കാല് പിടിക്കാം. എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു നമ്മൾ രണ്ടില്ലാന്ന് വെച്ചാൽ തീർക്കും. ഈ രാവിലെ തൊട്ട് ഞാൻ അതല്ല പറഞ്ഞു ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനും രതീഷ് വനിതാ ഓഫീസറോട് പറയുന്നുണ്ട്. എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ല. വേറെ ഒരിടത്തേക്ക് മാറിയാലും അത് തനിക്ക് പ്രശ്നമാണെന്നും രതീഷ് കുമാർ പറയുന്നു. രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട്. അതേസമയം തനിക്കുണ്ടായ മാനസിക പ്രശ്നത്തെക്കുറിച്ചും ഇത്തരമൊരു കാര്യം സാറിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും വനിതാ BFO മറുപടി നൽകുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ സാറോട് ഇടപെടിക്കൊണ്ടിരുന്നത്. ഞാനവിടെ വന്ന് ഇരുന്നില്ല. അതിലാണ് എനിക്ക് പറ്റിപ്പോയത്. അവിടെ വന്ന് എനിക്ക് അങ്ങനെയല്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ എല്ലാവരോടും. മാനസികമായിട്ട് എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിക്ക് സെപ്റ്റംബർ 1 കേസിനാസ്പദമായ സംഭവം. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ബീറ്റ് ഓഫീസറുടെ മുറിയിലേക്ക് രതീഷ് അതിക്രമിച്ച് കടന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ബഹളം വെച്ച് പുറത്തിറങ്ങിയതോടെയാണ് ഇവർ രക്ഷപ്പെട്ടത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ രതീഷ് രാത്രിയോടെ തിരിച്ചെത്തി ഓഫീസിന്റെ വാതിലുകൾ കുറ്റിയിട്ട ശേഷം വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ മുറിയിലെത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് FIR-ലും വ്യക്തമാക്കുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ രതീഷിനെ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം സംഭവത്തിൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയെങ്കിലും ഉന്നത തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് രതീഷ് അത് ഒതുക്കിയെന്നും ആരോപണമുയരുന്നുണ്ട്. വനംവകുപ്പിലെ തന്നെ 2 ലൈംഗികാതിക്രമ പരാതികളിൽ ആരോപണ വിധേയനാണ് രതീഷ് കുമാർ. വയനാട്. കാക്കിയിട്ട ക്രിമിനലുകൾ മാത്രമല്ല, ഞരമ്പ് രോഗികളായ പോലീസുകാരും സേനയ്ക്ക് നാണക്കേടാണ്. നിയമസംരക്ഷണം തേടിയെത്തുന്നവർ പോലും വേട്ടയാടപ്പെടുന്ന സാഹചര്യം.
പോലീസിൽ നിന്നും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ ലഭിക്കുന്നതായി ട്രാൻസ്ജെൻഡർ യുവതിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശി ഇഷയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തൻ്റെ ഫോണിലേക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചെന്നും പരാതിയിൽ പറയുന്നു. കൊട്ടാരക്കര കോടതിയിലെ മജിസ്ട്രേറ്റിനെതിരെയും സമാന ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിയമസംരക്ഷണം തേടിയെത്തുന്നവരിൽ നിന്ന് പോലും ദുരനുഭവം നേരിടേണ്ടി വന്നതായാണ് ഇഷയുടെ പരാതി. പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ തന്റെ നമ്പർ കൈക്കലാക്കി പോലീസുകാർ രാത്രി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതായും ഇഷ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂറൽ പരിധിയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പരിധികളിൽ നിന്നുമുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, മോശം മെസ്സേജുകൾ, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ, ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ പ്രൈവറ്റ് അന്യായവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ നമ്പർ എടുക്കുകയും എനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ വിപരീത ഫലമെന്ന് പറയുന്ന എടുത്തോളം FIR ഇട്ട് എന്നെ മോശമായിട്ട് അവരുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ FIR ഇട്ട് എൻ്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന തരത്തിൽ എന്നെ കുടുക്കിക്കളയുമെന്നുള്ളൊരു ഭീഷണിയും ഒക്കെയുണ്ട്. കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴി നൽകി മടങ്ങിയെത്തിയതിന് പിന്നാലെ മജിസ്ട്രേറ്റിനെതിരെയും സമാന ആരോപണം ഉന്നയിക്കുന്നു ഇവർ. അവിടുത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്നും രാത്രി 12:45 25 ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു മോശം മെസ്സേജുകൾ വരികയും ഇത് കോടതിയിൽ വരുമ്പോൾ നമ്മൾ നോ പരിചയം, പിന്നെ തുടർന്നുള്ള ചാറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഇഷ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കേരള പോലീസിലെ ജോർജ് സാറുമാരെക്കുറിച്ചുള്ള കുറേ കഥകൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. വൈക്കത്തെ ഒരു ജോർജ് സാറിൻ്റെ ക്രൂരതയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. വൈക്കം സ്റ്റേഷനിലെ ASI ജോർജ് അസഭ്യം വിളിക്കുകയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തെന്ന പരാതിയുമായി രംഗത്തെത്തിയത് ഫോട്ടോഗ്രാഫറായ യുവാവാണ്. പോലീസുകാരൻ്റെ വിവാഹം ഷൂട്ട് ചെയ്ത ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതച്ചത് വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ മുഴുവൻ പണവും ആവശ്യപ്പെട്ടതിനാണ്. വീഡിയോ നൽകുന്നില്ലെന്ന CPO അനന്തകൃഷ്ണൻ്റെ പരാതിയിലാണ് മുകേഷിന് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് മുൻപ് ഭീഷണി മുഴക്കിക്കൊണ്ട് അനന്തകൃഷ്ണൻ മുകേഷിന് അയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു. നീ ഇതുവരെ 1 വർഷം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സമ്മതിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ മര്യാദയൊക്കെ പറഞ്ഞു. ഞാൻ അടങ്ങിയിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ പാലക്കാടാണ്. ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല. നീ ഓർത്തോ. ഇപ്പോൾ കേട്ടത് CPO അനന്തകൃഷ്ണൻ വീഡിയോഗ്രാഫർ മുകേഷിന് അയച്ച ഭീഷണി ശബ്ദ സന്ദേശമാണ്. ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കുന്ന താൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതോടെ മുകേഷിനെ കൈകാര്യം ചെയ്യുന്ന രീതി മറ്റൊന്നായിരിക്കുമെന്ന് ഓഡിയോയിൽ നിന്ന് വ്യക്തം. ജൂലൈ 27-ന് അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിൽ മുകേഷ് എത്തുന്നു. പിന്നീടുണ്ടായത് ആ യുവാവ് തന്നെ പറയട്ടെ. 28 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാതി ഞാൻ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ASIയോട് ചോദിച്ചു. അപ്പോൾ നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കില്ല, നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി, നീ അത് വേറൊരു തെറിയോടുകൂടിയാണ് ആള് പറഞ്ഞത്. അവിടെ പോയി ജോർജ് എന്ന് പറഞ്ഞ ദിവസം അതെ അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്താ ഇങ്ങനെ സംസാരിക്കണം, മര്യാദക്ക് സംസാരിക്കുക. ആളത് ഇഷ്ടപ്പെട്ടില്ല, അത് ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. വിവാഹം ഷൂട്ട് ചെയ്യുന്നതിനായി മുകേഷിനെ ആദ്യം സമീപിച്ചത് അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരാണ്. പിന്നീട് അനന്തകൃഷ്ണന് വേണ്ടിയുള്ള ചിത്രീകരണ ചുമതലയും മുകേഷിന്റെ സ്ഥാപനം ഏറ്റെടുത്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ പെൺവീട്ടുകാർ ആൽബവും വീഡിയോയും വേണ്ടെന്ന് പറഞ്ഞ് പണം നൽകാതെ ഒഴിഞ്ഞു മാറി. അനന്തകൃഷ്ണനാകട്ടെ രണ്ടും വേണമെന്ന നിലപാടിലും. ആൽബം നൽകിയെങ്കിലും 2 കൂട്ടരും നൽകാനുള്ള പണം നൽകാതെ വീഡിയോ തരില്ലെന്ന നിലപാടിൽ മുകേഷ് ഉറച്ചു നിന്നതോടെയായിരുന്നു പോലീസ് ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് കുത്തിക്കറി പിടിച്ചു, എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിന്റെ ഇടക്കാട്ടിട്ടു. വലിച്ചെറിയുമായിരുന്നു. മുതുകത്തിടിക്കാൻ വേണ്ടി കുനിച്ചു നിർത്തിയപ്പോൾ മുഖത്ത് പാടുകളൊന്നും വരരുതെന്ന് പറയാനുണ്ട്. അത് മുഖത്തിട്ടടിക്കരുതെന്ന് പറയും. അങ്ങനെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണ്. അമ്മക്ക് വിളിക്കുകയാണ്. തെറിയാണ്, മൊത്തം തെറിയാണ്. 32,000 രൂപ നൽകാനുള്ളടുത്ത് വെറും 4,000 രൂപയ്ക്ക് കല്യാണ വീഡിയോ നൽകണമെന്ന് നിർബന്ധപൂർവ്വം വൈക്കം പോലീസ് എഴുതി വാങ്ങിയപ്പോൾ തനിക്ക് കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച പരാതി സ്വീകരിക്കണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. ഇതോടെ ASI ജോർജ് അസഭ്യം വിളിച്ചു.
അത് ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുകേഷ് പറയുന്നു. നെഞ്ചിലും വയറ്റിലും അടക്കം ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അനന്തകൃഷ്ണനും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. മർദ്ദനശേഷം സ്റ്റേഷൻ വിട്ട മുകേഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ECGയിൽ ഉൾപ്പെടെ വ്യതിയാനമുണ്ടെന്നും പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സ തേടിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. പോലീസ് മർദ്ദനങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നതിനിടയിലാണ് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന്റെ പേരിൽ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്ന യുവാവിന്റെ പരാതി ഇപ്പോൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് വൈക്കം സ്റ്റേഷനിലേക്ക് മുകേഷ് എത്തുന്നു. മുകേഷ് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, ജോർജ് എന്നൊരു ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ 4ഓളം പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ്. അസഭ്യം പറഞ്ഞു. ഒപ്പം തന്നെ PROയുടെ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. ആ ഘട്ടത്തിൽ മുകേഷിന് മർദ്ദനമേറ്റതിനു ശേഷം നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതിന്റെ രേഖകളുണ്ട്. അതിനകത്ത് അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹൃദയ സംബന്ധമായ ECGയിൽ വേരിയേഷനും കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മർദ്ദനം അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയ ശേഷം ഡിവൈഎസ്പി ആ പരാതി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ കേസിൽ ഇതുവരെ ഒരു FIRോ മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണം നൽകാതെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തതിനു ശേഷം അത് നൽകാതെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ മുകേഷിന് മുഴുവൻ പണവും ഡിവൈഎസ്പി ഇടപെട്ടുകൊണ്ട് പരാതിക്കാരിൽ നിന്ന് വാങ്ങി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ബോധപൂർവമായി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങളെ അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മുകേഷിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃശൂർ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ഒരു ക്രിമിനലാക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? കസ്റ്റഡി മർദ്ദനത്തിനിരയായ യുവാവ് 11 കേസുകളിൽ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പോലീസിനെ ന്യായീകരിക്കാനുള്ള നീക്കമായിരുന്നു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെങ്കിലും പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിപക്ഷം. കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. താൻ ക്രിമിനലല്ലെന്നും രാഷ്ട്രീയ കേസുകൾ മാത്രമാണുള്ളതെന്നും സുജിത്ത് പ്രതികരിച്ചു. അതിനിടെ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി സുജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സുജിത്ത് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചു. മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകണം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ 2023 ഏപ്രിൽ 5-നാണ് പോലീസ് മർദ്ദിച്ചത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. SI നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് സുജിത്തിനെ മർദ്ദിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് നൽകിയ ഹർജിയിൽ മറുപടി അറിയിക്കാനും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. SFI പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റ് K ജയകൃഷ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 2012-13 SFI ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് അന്ന് കോന്നി CA ആയിരുന്ന മധുബാബു കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. മധുബാബുവിനും കോന്നി SI ആയിരുന്ന K ഗോപകുമാറിനുമെതിരെ കേസ് എടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അതേസമയം കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിൽ പ്രതിയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. എരുമപ്പെട്ടി, കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ടെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായതായും മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. ആരോപണ വിധേയരായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. സുജിത്തിനെതിരെ എടുത്ത കേസുകളെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് സർക്കാർ വിചിത്രവാദമാണ് ഉന്നയിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. ക്രൂരമായ മർദ്ദനത്തെ നാണം കെട്ട് ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഒരു ചെറുപ്പക്കാരനെ
പോലീസ് സ്റ്റേഷനിലിട്ട് 4-5 പേര് ക്രൂരമായി മർദ്ദിച്ചു. വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ, കാണാത്ത സ്ഥലത്തുകൊണ്ട് ഇവിടെ വിശദീകരിച്ചു. കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിനെയാണോ ന്യായീകരിക്കുന്നത്? നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ്. ഒരു കൊലപാതകിയല്ല, ഒരു തീവ്രവാദിയല്ല, പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല. മദ്യപിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി, പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ, വല്ലോന്റെ മക്കളല്ലേ, എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. കോൺഗ്രസ് ഭരിക്കുമ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂരമായി വേട്ടയാടിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറുവടിപ്പടയും പോലീസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞുപോയി പീഡിപ്പിച്ചിരുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കർക്കശ നടപടി എന്നതാണ് ഇടതുനയം. 2016 മുതൽ 2024 ജൂൺ വരെ കുറ്റക്കാരായ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെയും പിരിച്ചുവിട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം, ഞങ്ങള് ഈ കുറ്റം ചെയ്താൽ ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമ്മുടെ നാട്ടിൽ പോലീസ് അതിക്രമങ്ങൾ ഒറ്റപ്പെട്ടതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇങ്ങനെ സംസ്ഥാനത്തെ ഓരോ സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റപ്പെട്ട നിരവധി സംഭവങ്ങൾ പുറത്തുവരുന്നുണ്ട്. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദന കേസ് നിയമസഭയിൽ ചർച്ചയായതിന് പിന്നാലെ SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണമേഖല IG-യാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹോട്ടൽ ഉടമയായ ഔസേപ്പിനെയും മകനെയും ഡ്രൈവറെയും അന്ന് പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. നിലവിൽ കടവന്ത്ര SHO ആയ രതീഷിനെതിരെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിലാണ് SHO രതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം റേഞ്ച് IG ശ്യാം സുന്ദറാണ് നടപടിക്ക് ഉത്തരവിട്ടത്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ് കുമാർ. 2023 മെയ് 24-ലാണ് കേസിനാസ്പദമായ സംഭവം. ഹോട്ടൽ ഉടമയായ KP യോസെപ്പിനെയും മകനെയും ഡ്രൈവറെയുമാണ് അന്ന് പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചത്. ദിനേശ്, ജിനീഷ് എന്നിവർ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം. ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിലുണ്ടായ തർക്കമാണ് പരാതിക്ക് കാരണം. സംഭവത്തിൽ പരാതി നൽകാൻ ഔസേപ്പും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. തുടർന്നായിരുന്നു മർദ്ദനം. സംഭവത്തിൽ നേരത്തെ തന്നെ രതീഷിനെതിരെ പരാതികൾ ഉയർന്നെങ്കിലും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. അടുത്തിടെ മർദ്ദന ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത്. മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പലയിടത്തും നൽകിയെങ്കിലും ആദ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ദൃശ്യങ്ങൾ നൽകിയത്. ഇതിനിടെ വൻ തുക ആവശ്യപ്പെട്ട് കേസ് ഒത്തുതീർക്കാൻ ശ്രമമുണ്ടായതായും ഔസേപ്പ് ആരോപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ചന്തേരയിൽ 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കേസിൽ അറസ്റ്റിലായവരിൽ വിദ്യാഭ്യാസ വകുപ്പിനെയും റെയിൽവേയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പ്രതികൾ വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടതെന്നാണ് വിവരം. അമ്മ വിദ്യാർത്ഥിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സംശയകരമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടത്. കേസിൽ പിടിയിലായ 6 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ നിലവിൽ 14 പ്രതികളാണുള്ളത്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർ KV സൈനുദ്ദീൻ, RPF ഉദ്യോഗസ്ഥൻ ചിത്രരാജ്, പടന്നക്കാട്ടെ റംസാൻ, കൊടക്കാട് സ്വദേശി സുകേഷ്, റഹീസ്, അഫ്സൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതിയും തൃക്കരിപ്പൂരിലെ യൂത്ത് ലീഗ് നേതാവുമായ സിറാജുദ്ദീൻ ഒളിവിലാണ്.
നിലവിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 14 കേസുകളിൽ 8 എണ്ണമാണ് ചന്ദേര പോലീസ് സ്റ്റേഷനിലുള്ളത്. മറ്റ് 6 കേസുകൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. സംഭവത്തിൽ നിലവിൽ 14 പ്രതികളാണുള്ളത്. ഇതിൽ 6 പേരാണ് പിടിയിലായത്. ദീർഘകാലമായി പലരും വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവർക്കായുള്ള അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പീഡനം നടന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലായതിനാലാണ് അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് കൈമാറ്റം ചെയ്തത്. പിടിയിലായവരിൽ തൃക്കരിപ്പൂരിലെ CPM നേതാവിന്റെ സഹോദരനുമുണ്ടെന്നാണ് സൂചന. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളിൽ ഒരാൾ പലപ്പോഴായി കുട്ടിയുടെ വീട്ടിൽ വന്നു പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നാലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതികളിൽ പലരും ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെ കുട്ടിയെ പരിചയപ്പെട്ടവരാണ്. ന്യൂസ് 18 കാസർഗോഡ്. യുവാവിനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചു. ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ കൊണ്ട് പിന്നടിച്ചു. വിരലുകളിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. മറ്റൊരാളെ കട്ടിലിൽ കിടത്തി സെക്സ് വീഡിയോ രംഗങ്ങൾ അഭിനയിപ്പിച്ചു. പത്തനംതിട്ട കോയിപ്പുറത്തെ ഹണി ട്രാപ്പ് കേസിൽ ഇരകൾ നേരിട്ട പീഡനം സമാനതകളില്ലാത്തതായിരുന്നു. കേസിൽ പ്രതികളായ ജയേഷ്, രശ്മി ദമ്പതികളുടെ വീട്ടിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതാണ് വിവരം. പരാതിക്കാരായ യുവാക്കളുടെ മൊബൈൽ ഫോണുകളും ആയുധങ്ങളും വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കോയിപ്പുറം പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ദുരൂഹത നിറഞ്ഞ കേസിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ വീണ്ടും മൊഴിയെടുക്കാനായി കോയിപ്പുറം പോലീസ് വിളിപ്പിച്ചിരുന്നു. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയേഷിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഒരു ഐഫോണും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തത്. ഇതിൽ ഐഫോൺ മർദ്ദനമേറ്റ റാന്നി സ്വദേശിയുടേതാണ്. സംഭവ ദിവസങ്ങളിൽ പരാതിക്കാരും പ്രതികളും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേസിൽ നിർണായക തെളിവാകും. കണ്ടെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പ്രധാനമായി പരിശോധിക്കുന്നത്. രശ്മിയുടെ ഫോണിൽ നിന്നും നേരത്തെ നിർണായക ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ പ്രതികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ പ്രതിയായ ജയേഷിന്റെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. രഹസ്യ ഫോൾഡറിലാണ് ജയേഷ് ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ചിട്ടുള്ളത്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇത് കിട്ടിയെങ്കിൽ മാത്രമേ മറ്റാരെങ്കിലും സമാനമായ രീതിയിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ആഭിചാരം, ഹണി ട്രാപ്പ്, അവിഹിതം എന്നിവയുമായി ബന്ധപ്പെട്ട മൊഴികളാണ് പ്രതികൾ നൽകിയിട്ടുള്ളത്. ഇതിൽ വ്യക്തത വരുത്തുകയെന്നത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോയിപ്പുറം പോലീസ് വരും ദിവസങ്ങളിൽ കോടതിയിൽ സമർപ്പിക്കും. പത്തനംതിട്ട. ജന്മം നൽകിയ അച്ഛനെ മടിയിലിരുത്തി കയ്യിൽ ധരിച്ചിരുന്ന സ്റ്റീൽ വള കൊണ്ട് തലയിലടിക്കുന്ന യുവാവ്. അച്ഛനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുന്ന ഇരട്ട സഹോദരൻ. ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് പുറത്തു വന്ന ഈ കാഴ്ച മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. 3 ആഴ്ച മുൻപ് മദ്യലഹരിയിൽ ഇരട്ടകളായ മക്കൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പിതാവ് മരിച്ചു. ചേർത്തല സ്വദേശി ചന്ദ്രശേഖരൻ നായർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിതാവിനെ മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്ത മക്കളായ അഖിൽ ചന്ദ്രൻ, നിഖിൽ ചന്ദ്രൻ എന്നിവർ റിമാൻഡിലാണ്.
കിടപ്പ് രോഗിയായ പിതാവിനെ കഴുത്ത് തിരിച്ചും തലക്കടിച്ചും മക്കൾ ഉപദ്രവിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഓഗസ്റ്റ് 24 രാത്രിയായിരുന്നു സംഭവം. മകൻ അഖിൽ ചന്ദ്രൻ പിതാവിനെ മടിയിലിരുത്തിയ ശേഷം കൈകളിൽ ധരിച്ചിരുന്ന സ്റ്റീൽ വളകൾ കൊണ്ട് തലയിലടിക്കുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ബലം പ്രയോഗിച്ചായിരുന്നു പിതാവിന് മേലുള്ള അതിക്രമം. സഹോദരന്റെ അക്രമ ദൃശ്യങ്ങളെല്ലാം നിഖിൽ ഫോണിൽ പകർത്തുകയും തുടർന്ന് ഉപദ്രവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ് അവശനായ ചന്ദ്രശേഖരൻ നായരെ മൂത്ത മകൻ പ്രവീണാണ് ചേർത്തലയിലെ സ്വകാര്യ സ്വാതന്ത്ര്യ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ചന്ദ്രശേഖരൻ നായരുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 ആലപ്പുഴ. മദ്യത്തിനും ലഹരിക്കും അടിമകളായ യുവാക്കൾ വീട്ടുകാരുടെ മാത്രമല്ല നാട്ടുകാരുടെ സ്വൈര്യ ജീവിതവും തകർക്കുകയാണ്. ഒടുവിൽ പോലീസിന് നേരെ പോലും അതിക്രമം കാട്ടുന്നവരുണ്ട്. കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖ് പുലർച്ചെ 2:30 സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ട വാഹനത്തിൻ്റെ ചില്ല് ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുക്കത്തെ ബാറിൽ വെച്ചും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും വിവരമുണ്ട്. പുലർച്ചെ 2:30 മലപ്പുറം കീഴ്ശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദീഖ് മുക്കം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയത്. കരിങ്കല്ലുമായി എത്തി ഭീഷണി മുഴക്കിയ ഇയാളെ പോലീസ് സംയമനം പാലിച്ച് ശാന്തനാക്കി മടക്കി അയച്ചു. എന്നാൽ വീണ്ടും എത്തിയ ഇയാൾ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ല് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു. ഇതോടെ അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനത്തിന് 5000 രൂപയുടെ നഷ്ടമുള്ളതായാണ് വിലയിരുത്തൽ. മുക്കത്തെ ഒരു ബാറിൽ തിങ്കളാഴ്ച അബൂബക്കർ സിദ്ദീഖ് സുഹൃത്തുമൊത്ത് മദ്യപിച്ചിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഇയാളുടെ ബൈക്കിന്റെ താക്കോൽ കൊടുക്കാത്തതിനെ ചൊല്ലി മറ്റൊരു സുഹൃത്തുമായി ചെറിയ തർക്കമുണ്ടായി. മദ്യലഹരിയിലായതിനാലാണ് ഇയാൾക്ക് സുഹൃത്ത് ബൈക്കിന്റെ താക്കോൽ കൊടുക്കാതിരുന്നത്. തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. താക്കോൽ പുലർച്ചെ നൽകാമെന്ന് പറഞ്ഞ് പോലീസ് ഇയാളെ പറഞ്ഞയച്ചു. പിന്നീടാണ് പുലർച്ചെയെത്തി അതിക്രമം കാട്ടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മുക്കം. വേടനെ ക്രിമിനലായി മുദ്രകുത്താൻ ഗൂഢാലോചന നടക്കുന്നു. അയാൾക്കെതിരെ ഉയർന്നു വരുന്ന കേസുകൾക്ക് പിന്നിൽ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്താനുള്ള ശ്രമമാണ്. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും പോലീസ് നൽകിയ പരാതിയാണിത്. കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. ഈ സംഘം തന്നെയാണ് വേടനെതിരെ രജിസ്റ്റർ ചെയ്ത യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയും അന്വേഷിക്കുന്നത്. റാപ്പർ വേടനെതിരെ തുടർച്ചയായി ഉയരുന്ന പരാതിയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഒരു കൂട്ടം ആളുകൾ വേടന്റെ രാഷ്ട്രീയത്തിൽ അസ്വസ്ഥരാണ്. കുടുംബം വലിയ മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പരാതിയിൽ പറയുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയും കുടുംബം സംശയിക്കുന്നുണ്ട്. വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. പരാതി നമ്മൾ ACP തൃക്കാക്കരക്ക് അയച്ചിട്ടുണ്ട്. ആവശ്യമുള്ള നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാര്യമായ രീതിയിൽ കണക്കിലെടുത്തിട്ട് അന്വേഷണം നടത്തണമെന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തും. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്തിട്ട് നമ്മൾ അന്വേഷണം നടത്തും. വേടനെതിരെ 2 ലൈംഗികാരോപണ പരാതികളാണ് നിലവിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചു എന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെ 2 ദിവസം ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. പ്രതിക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്.
ഗവേഷക വിദ്യാർത്ഥി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസും വേടനെ ചോദ്യം ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2 കേസുകളിലും വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. ആരോപണങ്ങൾക്കിടെ പത്തനംതിട്ട കോന്നിയിൽ നടന്ന സംഗീത പരിപാടിയിൽ വേടൻ പങ്കെടുക്കുകയുണ്ടായി. താൻ എവിടെയും പോയിട്ടില്ലെന്നായിരുന്നു പരിപാടിക്കിടെ വേടൻ നടത്തിയ പ്രതികരണം. കേസുകൾ അവസാനിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും വേടൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്ന് എവിടെയെങ്കിലും പരസ്യം കണ്ടാൽ അതിൽ പോയി പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഈ കൂട്ടർ പാഠം പഠിക്കില്ല. തൃപ്പൂണിത്തുറ സ്വദേശികളുടെ 1,08,00,000 രൂപ തട്ടിയെടുത്തത് ട്രേഡിങ്ങിൻ്റെ പേരിലായിരുന്നു. തട്ടിപ്പിന് പിന്നിൽ വടക്കേന്ത്യൻ സംഘമൊന്നുമല്ല, മലയാളികൾ തന്നെയാണ്. കേസിൽ തൊടുപുഴ സ്വദേശികളായ യാസിൻ, ആദിൽ എന്നിവരെ കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 മാസത്തിനിടെ യാസിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രം 3 കോടി രൂപയിലേറെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. ട്രേഡിംഗ് ആപ്പ് വഴി ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്നും 1,08,00,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. 1 മാസമായി കൊച്ചി സിറ്റി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 2 പേർ അറസ്റ്റിലായത്. തൊടുപുഴ വണ്ണപുരം സ്വദേശികളായ യാസിൻ, ആദിൽ എന്നിവരെയാണ് ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. പ്രതികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പോലീസിന് വ്യക്തമായത്. 1 മാസം കൊണ്ട് യാസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം 3 കോടി രൂപയാണ് ഇടപാടുകൾ നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്നും ലഭിക്കുന്ന പണം ഒരുമിച്ച് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുന്ന രീതിയാണ് സംഘം പിന്തുടരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ കമ്മീഷൻ നൽകി മറ്റുള്ളവരുടെ പേരിൽ അക്കൗണ്ടുകൾ എടുത്ത് തട്ടിപ്പിനായി ഉപയോഗിക്കും. നിരവധി പേർക്ക് സമാനമായ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. തട്ടിപ്പിന് വിദേശ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തുള്ള യാസിന്റെ സഹോദരനായും അന്വേഷണം നടക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. പല പ്രമുഖരും ഇങ്ങനെ തട്ടിപ്പിനിരകളാകുന്നുണ്ട്. കന്നഡ നടൻ ഉപേന്ദ്രയുടെയും ഭാര്യ പ്രിയങ്കയുടെയും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിയെടുത്തത് 2 ലക്ഷം രൂപയാണ്. പ്രിയങ്കയുടെ ഫോൺ ഹാക്ക് ചെയ്തവർ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോട് പണം ആവശ്യപ്പെടുകയായിരുന്നു. പല സുഹൃത്തുക്കളും പണം നൽകി. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ബീഹാറിലെ നളന്ദയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം എത്തിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഭാര്യയുടെയും തൻ്റെയും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായി കന്നഡ നടനും സംവിധായകനുമായ ഉപേന്ദ്ര തന്നെയാണ് അറിയിച്ചത്. കോൺടാക്റ്റിലുള്ളവരോട് ഹാക്കർമാർ പണം ആവശ്യപ്പെട്ട് സന്ദേശമയക്കുകയായിരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ ഡെലിവറിയുടെ മറവിലാണ് ഹാക്കിംഗ് നടന്നത്. ഓർഡർ ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ലെന്നും ചിഹ്നങ്ങൾ അടങ്ങിയ ഒരു നമ്പർ ഡയൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ പ്രിയങ്കയ്ക്ക് കോൾ വന്നിരുന്നു. ആദ്യം പ്രിയങ്കയും പിന്നീട് ഉപേന്ദ്രയും അവരവരുടെ ഫോണുകളിൽ നിന്ന് ഈ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെയാണ് ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടത്. പിന്നാലെ അത്യാവശ്യമായി 55,000 രൂപ അയക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്കയുടെ വാട്സപ്പിൽ നിന്ന് സന്ദേശം പോയി. ഇത് കണ്ട് ഇവരുടെ മകനടക്കം പലരും പണം അയക്കുകയായിരുന്നു. 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായി വ്യക്തമായിട്ടുണ്ട്. ഹാക്ക് ചെയ്യപ്പെട്ട വിവരം അറിയിച്ചുകൊണ്ട് ഉപേന്ദ്രയും അഭിനേത്രി കൂടിയായ ഭാര്യ പ്രിയങ്കയും വീഡിയോ സന്ദേശം പങ്കുവച്ചിരുന്നു. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും ഇരുവരും മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ അന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ബീഹാറിലെ നളന്ദയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം എത്തിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. വികാസ് കുമാർ എന്നയാളുടെ പേരിലാണ് അക്കൗണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു.
ന്യൂസ് 18 ബംഗളൂരു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവൾ കാസർഗോഡ് ബന്ദടുക്കയിലെ ബാലസംഘം പ്രസിഡന്റ്. സമൂഹ മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവികയുടെ മരണം ഒരു നാടിന് മുഴുവൻ കണ്ണീരിലായിത്തീരുന്നു. എന്തിനായിരിക്കും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? അവളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? കഴിഞ്ഞ രാത്രിയാണ് കുണ്ടംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ദേവികയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ബന്തടുക്ക സ്വദേശിനിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ദേവികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാരിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. രാവിലെയാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ബേഡകം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ദേവികയുടെ പിതാവ് നേരത്തെ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ബാലസംഘം ബന്തടുക്ക വില്ലേജ് പ്രസിഡന്റായിരുന്നു ദേവിക. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് വടകരയിൽ RJD നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. വില്യാപ്പള്ളി സ്വദേശി സുരേഷിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലാലു എന്ന ശ്യാംലാലിനെയാണ് വടകര പോലീസ് തൊട്ടിപ്പാലത്ത് വെച്ച് പിടികൂടിയത്. ആക്രമണ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി മനക്കൽ താഴേക്കുനി MDK സുരേഷിനാണ് വെട്ടേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വില്യാപ്പള്ളി കുളത്തൂർ റോഡിൽ സുരേഷ് സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. അടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം വാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. കൈകൾക്കും ദേഹത്തുമാണ് പരിക്കേറ്റത്. അക്രമത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി വില്യാപ്പള്ളി സ്വദേശി ലാലു എന്ന ശ്യാംലാലിനെ വടകര പോലീസ് തൊട്ടിൽപ്പാലം കരിങ്ങാട് നിന്നാണ് പിടികൂടിയത്. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പിടിയിലായത്. പ്രതിയെ വില്യാപ്പള്ളിയിൽ ആക്രമണം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 6 മാസം മുൻപ് മൈക്കുളങ്ങര താഴെയിൽ RYJD പഠന ക്യാമ്പിന്റെ പന്തൽ തീവെച്ച് നശിപ്പിച്ച സംഭവത്തിന് ശേഷം ലാലു 2 തവണ സുരേഷിന് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. ഒരിക്കൽ ആയുധവുമായി വീടിന് മുന്നിലെത്തിയിരുന്നു. ഇരു സംഭവത്തിലും സുരേഷും RJDയും പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 കോഴിക്കോട്. ലഹരി സംഘങ്ങൾ പലയിടത്തും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇടപാടുകൾ നടത്താൻ അവർ പല രീതികളും പരീക്ഷിക്കാം. പാലക്കാട് ഒറ്റപ്പാലത്ത് പടക്ക വിപണിയുടെ മറവിലായിരുന്നു ലഹരി കച്ചവടം. കേസിൽ 6 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിൻ്റെയും ഒറ്റപ്പാലം പോലീസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനുമതിയില്ലാതെ 20ഓളം പെട്ടികളിലായി സൂക്ഷിച്ച പടക്ക ശേഖരവും പിടികൂടിയിട്ടുണ്ട്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കണ്ണിയപ്പുറം റോഡിലുള്ള വാടക വീട്ടിൽ നിന്നാണ് അനധികൃത പടക്കശേഖരത്തോടൊപ്പം ലഹരി വസ്തുക്കളും പിടികൂടിയത്. 600 ഗ്രാം കഞ്ചാവും 49 ഗ്രാം മെത്താഫെറ്റമിനുമാണ് പിടിച്ചെടുത്തത്. സംഭവ സ്ഥലത്ത് നിന്ന് കുളപ്പള്ളി സ്വദേശികളായ K വിഘ്നേഷ്, KS സനൽ, ഷൊർണൂർ ഗണേശഗിരി സ്വദേശി KB ഷബീർ, ഒറ്റപ്പാലം പൂളക്കുണ്ട് സ്വദേശികളായ മുഹമ്മദ് മുസ്തഫ, ഷാഫി, ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് സ്വദേശി ഷാനിഫ് എന്നിവരാണ് പിടിയിലായത്. ഷാനിഫിനെതിരെ എറണാകുളത്ത് ലഹരി ഉപയോഗത്തിന് കേസുണ്ടെന്ന് പോലീസ് പറയുന്നു.
പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെയും ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെയും നാർക്കോട്ടിക് ഡിവൈഎസ്പി മനോജ് കുമാറിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഒറ്റപ്പാലം പോലീസ് പരിശോധന നടത്തിയത്. വീടിന്റെ മുകളിലെ നിലയിൽ 20ഓളം പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന പടക്കശേഖരവും പിടികൂടി. അനുമതിയില്ലാതെ വിൽപ്പന നടത്താൻ വേണ്ടി കരുതിയിരുന്ന പടക്കശേഖരമാണിതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അനധികൃതമായി പടക്കം സൂക്ഷിച്ച വ്യക്തികളുമായി കേരള ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷന് ബന്ധമില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. അനധികൃത പടക്ക കച്ചവടത്തിന്റെ മറവിൽ വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓൺലൈൻ ബിസിനസ് വഴിയും മറ്റുള്ള പള്ളികളിലും അമ്പലങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ശുപാർശയിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പടക്കങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ മറവിലാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ മരുന്നുകളും ഇവർ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഈ വ്യാപാരിയായിട്ടും ഈ വ്യക്തിയായിട്ടും ഞങ്ങളുടെ ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വെച്ച് മുൻ ജനപ്രതിനിധിയായ വനിതയെ അസഭ്യം പറഞ്ഞെന്ന പരാതിയിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻ ഡാർവിനെതിരെ കേസ്. കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരത്ത് ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാട് കടത്തി. ജഗതി സ്വദേശി ഷാരു എന്ന ശരത്തിനെയാണ് 6 മാസത്തേക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയത്. കൊല്ലത്ത് കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്ത നിലയിൽ. തമിഴ്നാട് മധുര സ്വദേശിനി മേരി സ്കൊളാസ്റ്റിക്കയെയാണ് നഗരത്തിലെ ആരാധനാ മഠത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പാലക്കാട് കൽപ്പാത്തിയിൽ വെടിയുണ്ടകളുമായി സഹോദരങ്ങളടക്കം 4 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശികളായ രാമൻകുട്ടി, ഉമേഷ്, മണ്ണാർക്കാട് സ്വദേശികളായ റാസിഖ്, അനീഷ് എന്നിവരെയാണ് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത്. മൃഗവേട്ടയ്ക്ക് വേണ്ടി വെടിയുണ്ടകൾ വാങ്ങിയെന്നാണ് പ്രതികളുടെ മൊഴി. നിരവധി കേസുകളിൽ പ്രതിയായ പാലക്കാട് തിരുമിറ്റക്കോട് സ്വദേശി ജുബൈർ, കൂട്ടാളി, ആറങ്ങോട്ടുകര സ്വദേശി രാജേഷ് എന്നിവർ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിൽ. പോലീസ് പിടിയിൽ നിന്ന് ഓടി മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് കാലിന് പരിക്കേറ്റ ജുബൈറിനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, പിന്നീട് ചാറ്റിങ്ങിലൂടെ സൗഹൃദം, ഒടുവിൽ പ്രണയക്കെണി. ഇത്തരം ബിരുദന്മാരെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലെ പ്രണയച്ചതി തിരിച്ചറിയാത്തത്? ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഇടുക്കി സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ച കഥ അറിഞ്ഞാൽ മനസ്സിലാകും പ്രണയച്ചതിയുടെ അപകടം. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ജോലി ചെയ്തിരുന്ന യുവതിയെ 2021 കക്കയങ്ങാട് സ്വദേശി സജീഷ് പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി. തുടർന്ന് കോഴിക്കോട്ടെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി. 2023 അയാൾ യുവതിയെ വീണ്ടും ബന്ധപ്പെടുന്നു. പഴയ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡനം. ഇതുകൊണ്ടും തീർന്നില്ല. ഈ ദൃശ്യങ്ങൾ കാണിച്ച് യുവതിയുടെ പല വിവാഹാലോചനകളും ഇയാൾ മുടക്കി. അങ്ങനെ സഖി കെട്ടതോടെ യുവതി പരാതി നൽകി. കേസിൽ പ്രതി സജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുപോലുള്ള കെണികളിൽ വീണാൽ ജീവിതം തന്നെ തകരുമെന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.